ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1:19. സ്നേഹമുള്ളവരെ, മാർച്ച് 19 വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മരണത്തിരുനാൾ ആചരിക്കുമ്പോൾ നീതിമാനായ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ജീവിതം നമ്മുടെ ആത്മീയ ജീവിതത്തിന് മാതൃകയാകട്ടെ. സുവിശേഷത്തിൽ വളരെ നിശബ്ദനായി ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിച്ച വിശുദ്ധ ഔസേപ്പിതാവ് തിരുകുടുംബത്തിൻ്റെ സംരക്ഷകനാണ്. വിശുദ്ധ ഔസേപ്പിതാവിനെ 5 ദൗത്യങ്ങളാണ് സഭ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. 1. കുടുംബങ്ങളുടെ കാവൽക്കാരൻ. 2. സഭയുടെ കാവൽ പിതാവ്. 3. ബ്രഹ്മചാരികളുടെ സംരക്ഷകൻ. 4. തൊഴിലാളികളുടെ മധ്യസ്ഥൻ. 5. നന്മരണത്തിൻ്റെ മധ്യസ്ഥൻ. തിരുകുടുംബത്തിൽ ഈശോയെ പോറ്റി വളർത്തിയ ഔസേപ്പിതാവ് സഭയുടെ കാവൽ പിതാവായി, ഈശോയുടെ വളർത്തുപിതാവായി ബ്രഹ്മചര്യത്തിൽ ജീവിച്ച ഔസേപ്പിതാവ് എല്ലാ ബ്രഹ്മചാരികളുടെയും സംരക്ഷകനായി. നസ്രത്തിലെ ഭവനത്തെ അധ്വാനിച്ച് മരപ്പണിയെടുത്ത് പോറ്റി വളർത്തിയ ഔസേപ്പിതാവ് എല്ലാ തൊഴിലാളികളുടെയും മധ്യസ്ഥനായി. തൊഴിലിൻ്റെ മാഹാത്മ്യവും തൊഴിൽ ഒരു അനുഗ്രഹമാണെന്നും നമുക്ക് മനസ്സിലാക്കി തന്നു. ഏറ്റവും ഭാഗ്യപ്പെട്ട മരണം ലഭിച്ച പുണ്യാത്മാവാണ് വിശുദ്ധ ഔസേപ്പിതാവ്. പരിശുദ്ധ മറിയത്തിൻ്റെ മടിയിൽ തലചായിച്ച് സ്വന്തം പുത്രൻ കാൽക്കീഴിൽ നിന്ന് ഏറ്റവും ഭാഗ്യപ്പെട്ട മരണം ലഭിച്ച ഔസേപ്പിതാവ് നന്മരണത്തിൻ്റെ മധ്യസ്ഥനായി. ഉറങ്ങുന്ന ഔസേപ്പിതാവിൻ്റെ ചിത്രം വളരെ പ്രശസ്തമാണ്. ഉറക്കത്തിൽ സ്വപ്നത്തിലൂടെയാണ് ഔസേപ്പിതാവ് ദൈവഹിതം മനസ്സിലാക്കി അറിഞ്ഞ് പ്രവർത്തിച്ചത്. ഈ വിജ്ഞാനിയും വിവേകിയും അനുസരണശീലവും പ്രാർത്ഥനാ നിർഭരനുമായ വിശുദ്ധ ഔസേപ്പിതാവ് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ സഭയുടെയും കുടുംബങ്ങളുടെയും എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ട് ദൈവാനുഗ്രഹം ചൊരിയട്ടെ. ആമേൻ.